അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വീശിയടിക്കുന്ന സ്നേഹക്കൂട് ഇത്തവണ ഈ ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് നിങ്ങളിലേക്ക് വീശിയടിക്കുന്നത്. ഇന്ന് ദമാം സ്റ്റുഡിയോയിൽ സ്നേഹക്കൂടിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ജൗഹർ മുനവർ സാറാണ്. അദ്ദേഹം സൗദി അറേബ്യയിലേക്കുള്ള ഒരു സന്ദർശന വേളയിൽ നമ്മുടെ ദമാം സ്റ്റുഡിയോയിൽ വരികയും സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ഈ ഒരു മനസ്സിന് ആദ്യമായി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളേവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്നേഹക്കൂടിൽ നമുക്കറിയാമല്ലോ, വിവിധ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, മനുഷ്യനെ അള്ളാഹു പല പ്രകൃതക്കാരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും ഓരോ പ്രകൃതം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അതിമനോഹരം. ആ ഒരു സൃഷ്ടിപ്പ് തന്നെ അതിൽ പല പ്രകൃതക്കാർ, പല സ്വഭാവക്കാരായി വരുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഈ ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് അവർ പഠിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ പ്രകൃതത്തിൽ വന്ന മനുഷ്യർ പല രൂപങ്ങളും പല മാറ്റങ്ങളും വരുന്നു. അത് തലച്ചോറുണ്ടാവുന്ന മാറ്റങ്ങളാണ് അതിന് കാരണമെന്നവർ നമുക്ക് മനസ്സിലായി. ആ ഒരു മാറ്റങ്ങൾ കാരണമുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നു എന്നും അതെന്താണ് പരിഹാരം എന്നതും ആണ് ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എല്ലാ വശങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ബഹുമാന്യനായ ഡോക്ടർ ജൗഹർ മുനവർ സാർ, അദ്ദേഹത്തെ നമുക്കൊക്കെ അറിയാം, ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതുമാത്രമല്ല, കൗൺസിലിംഗ് രംഗത്ത് ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്ന് വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം നമ്മൾ ദമാം സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികളുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രമാത്രം അതിനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ കാമ്പ്. അതിലേക്ക് നിങ്ങളെയും ബഹുമാന്യനായ ഡോക്ടർ ജൗഹർ മുനവർ സാറിനെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയം വളരെ വലിയൊരു വിഷയമാണ്. മനുഷ്യൻ്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നതാണ് വിഷയം. ഞാൻ ആദ്യമൊരു സംഭവം പറഞ്ഞു തുടങ്ങാം. നമുക്കതായിരിക്കും കൂടുതൽ എളുപ്പം തോന്നുന്നു. ഒരു ആൾ കല്യാണം കഴിച്ചു. നല്ല ദീനുള്ള പെൺകുട്ടിയാണ്. അറബി കോളേജിലൊക്കെ പഠിച്ച് പർദ്ദയിട്ട് നെക്കാബിട്ട് ഖുർആൻ ഓതി നിസ്കരിച്ച് വളരെ മനോഹരമായി ദീനി ചിട്ട പുലർത്തുന്ന ഒരു പെൺകുട്ടി. വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിനോടും അവൾ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഒരു പ്രശ്നമാണുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഈ പെൺകുട്ടിക്ക് വലിയ പ്രശ്നമായി മാറും. ഭർത്താവിൻ്റെ ഉമ്മ പറയുന്ന എന്തെങ്കിലും ഒരു വിമർശനം, അതങ്ങനെ ശരിയായില്ല, നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന ഒരു പറച്ചിൽ ഈ പെണ്ണിൻ്റെ മനസ്സിലത് വലിയ പ്രശ്നവും. അങ്ങനെ ഇയാൾ മനസ്സിലാക്കി ഭർത്താവിനെ അവൾ ഏകദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ആരുമായിട്ടും ഈ പെണ്ണിന് സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആര് പറഞ്ഞാലും, ഇനി ഭർത്താവിൻ്റെ പെങ്ങന്മാർ വന്നിട്ട് ഒരു ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പം പറയും, ഇതിനേക്കാളും നിനക്ക് മറ്റേ ഡ്രസ്സായിരുന്നു ചേരുക എന്നൊരു, അത് സഹിക്കാൻ പറ്റില്ല. വേറെ ആര് പറയുന്ന ഒരു വിമർശനത്തെയും ഈ പെണ്ണ് കാണുന്നത് ഒരു ഇൻസൾട്ടിങ് ആയിട്ടാണ്. അതൊരു വലിയ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നും. ഉമ്മ പറയുന്ന വളരെ സതുദ്ദേശത്തോടെ പറയുന്ന ഒരു കാര്യം പോലും, നമ്മളങ്ങനെ ഉണ്ടാവില്ല, ഒരു സതുദ്ദേശത്തോടെ മോളെങ്ങനെ വേണമെന്ന് പറയുന്ന ഒരു കാര്യം പോലും വലിയൊരു ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്യുകയും ഒരു പ്രശ്നമാവുകയും ചെയ്യുക. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി അവളെ സ്നേഹിക്കാനും ഒക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ആ മനുഷ്യന് ഫീൽ ചെയ്യാൻ തുടങ്ങി, അയാൾ പറയുന്ന ചില പ്രശ്നങ്ങളും ഇവൾക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ക്ഷീണിച്ചു പോകുന്നു ഈ പെണ്ണ്, കിടന്നു പോകുന്നു അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ ഭാര്യയെ കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായി മാറി. ഒന്നും പറയാൻ വയ്യ, ഒരു സങ്കടമുള്ള കാര്യം പറയാൻ വയ്യ.
ഇങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാൻ വയ്യ. അങ്ങനെ അയാൾ മുന്നോട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ പ്രഗ്നൻ്റായി. അവൾ പ്രഗ്നൻ്റായി, കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോഴും ഇതേ മാനസികാവസ്ഥ. തൻ്റെ കുട്ടിയെ കുറിച്ച് ചിലപ്പോൾ ഇങ്ങനെയല്ല മോളെ, നീ ഇങ്ങനെ പാല് കൊടുക്കുമെന്ന് ഈ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞാൽ പ്രശ്നമായി. അതെന്താ അങ്ങനെ, എനിക്കറിയില്ല, എൻ്റെ കുട്ടിയല്ലേ, ഞാൻ കുട്ടിയെ നോക്കൂല എന്നാണോ ഉമ്മ പറയണത്? ഇങ്ങനെ ആരെങ്കിലും പറയുന്ന ഒരു വിമർശനത്തെ വളരെ പ്രശ്നത്തോടു കൂടി പെണ്ണ് കാണുകയും അതിന് അവളുടേതായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതിനുണ്ടാകും. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഉമ്മ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കില്ലേ ഉമ്മ ഇങ്ങനെ ചെയ്തത്, കാരണങ്ങൾ കണ്ടെത്തും. അതിങ്ങനെ റിലേറ്റ് ചെയ്ത് ചിന്തിച്ച് ഊഹിച്ച്. അപ്പോൾ ഇയാൾക്കത് വലിയൊരു പ്രശ്നമായപ്പോഴാണ് ഇയാൾ അന്വേഷിക്കുന്നത് എന്ത് ചെയ്യും. കാരണം ഇയാൾ നല്ല സ്നേഹമുള്ള ഭാര്യയാണ്, ഭർത്താവിന് വേണ്ടത് എന്തും ചെയ്തു കൊടുക്കുന്ന ഭാര്യയാണ്, നല്ല ദീനുള്ള കുട്ടിയാണ്. പക്ഷേ ഈ പെണ്ണിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നത് ഉമ്മയും പെങ്ങളും കുടുംബവുമായിട്ട് ഈ പെണ്ണിനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഇയാൾക്ക് കഴിയാതെയായി. ആകെ പ്രശ്നമായി. അങ്ങനെ അയാൾ ആ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുവന്നു. ഗൾഫിൽ ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും കൊണ്ടുവന്നു. കുട്ടിയും ഇവളുമായിട്ട് ഒരു റൂമിനകത്തായപ്പോൾ കുറേയൊക്കെ അവൾ സ്വസ്ഥമായി. എന്നിരുന്നാലും ആരെങ്കിലും വീട്ടിലേക്ക് വരികയോ എന്തെങ്കിലും സംസാരിക്കുകയോ ഗൾഫിൽ നിന്ന് ഉമ്മ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ പെണ്ണിന് അസ്വസ്ഥമാവാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോഴാണ് ഇയാൾക്കിത് വലിയ ബുദ്ധിമുട്ടായി മാറിയത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഒന്നുകൂടി മനോഹരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകുന്നത്? അതിനി പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും, ഞാനൊരു പെണ്ണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും ചില സ്വഭാവ പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു കല്യാണം കഴിച്ചു, ഖുർആൻ പഠിച്ച, മദ്രസയിൽ പഠിച്ച, അറബി കോളേജിൽ പഠിച്ച, നല്ല ബുദ്ധിയുള്ള, വിവരമുള്ള, എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ളൊരു വിമർശനത്തെ കൃത്യമായൊരു മറുപടി എഴുതാൻ പറ്റിയ ഒരു പണ്ഡിത സമാനനായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ഒരു നല്ല ദീനുള്ളൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഭാര്യയുടെ വീട്ടിൽ വന്നാലും ആരുമായിട്ട് ഇയാൾ ഒരു വർത്താനമില്ല, മുണ്ടില്ല. തൻ്റെ ഫോണുമായിട്ട് ഇയാൾ ഇങ്ങനെ ഒരു മൂലക്കൽ, ഭാര്യൻ്റെ വീട്ടിൽ വന്ന് കയറിയാൽ ഒരു മൂലക്കലിരിക്കും. സ്വന്തം വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല, വർത്താനമില്ല. ഭാര്യയുമായിട്ട് ഇയാൾ നല്ല ബന്ധമാണ്, എല്ലാത്തരം ബന്ധങ്ങളും ഭാര്യയുമായിട്ടുണ്ട്, ഒരു പ്രശ്നം അവിടെ ഇല്ല. പക്ഷേ ഭർത്താവ് ഭാര്യ വീട്ടിലെത്തിയാലും ഇയാളൊന്നും മിണ്ടുന്നില്ല. റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ആങ്ങളമാരൊക്കെ ചോദിക്കും, ഇവൻ എന്താ ഇങ്ങനെ? അപ്പോൾ അവർക്ക് പേടിയാവാൻ തുടങ്ങി, എൻ്റെ മോളോട് ഇങ്ങനെയാണോ? മോള് പറഞ്ഞു എന്നോട് ഇങ്ങനെയല്ല, എന്നോട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയിട്ടുള്ളൊരു സാമൂഹ്യമായ ചുറ്റുപാടിൽ ഇയാളൊരു വലിയ പരാജയമായിട്ട് മാറുകയാണ്. അങ്ങനെ ഈ പ്രശ്നം ഭാര്യയുടെ വീട്ടുകാർ ഈ ഭർത്താവിൻ്റെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരോട് സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോടും ഇങ്ങനെ തന്നെയാണ്, ഞാനും ഉമ്മയാണ്, എന്നെ അവന് ഇഷ്ടമാണ്, സ്നേഹമാണ്, എനിക്ക് സുഖമില്ലെങ്കിൽ അവൻ ചെയ്തു തരും. പക്ഷേ ഒരു വർത്താനം പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൻ വളരെ മോശമാണ്. അപ്പോൾ ഉമ്മാക്ക് സുഖമില്ലെങ്കിൽ അവൻ ചെയ്തു തരും, പാത്രം കഴുകി കൊടുക്കും, പണിയെടുത്ത് കൊടുക്കും, ആശുപത്രി കൊണ്ടുപോകും, എല്ലാം ചെയ്തു കൊടുക്കും. ഉപ്പാക്കും അങ്ങനെ തന്നെ. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നിടത്ത് അയാളൊരു പരാജയമാണ്, ഒരു ഇൻറ്റിമസി ഇല്ല. അപ്പോൾ അവരും പറയണത് ഇത് തന്നെയാണ് ഞങ്ങൾക്കും ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് ഞങ്ങൾക്കും ഫീൽ ചെയ്തത് എന്ന്. പക്ഷെ അവരതിന് യൂസ്ഡ് ആയിട്ടുണ്ടാവും. ചെറുപ്പം മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ ഇത് ഭാര്യയെ സംബന്ധിച്ച് അയാളൊരു പ്രശ്നക്കാരനല്ല. കാരണം അയാളുടെ സ്വഭാവവും പെരുമാറ്റവും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ സാമൂഹ്യ സാഹചര്യത്തിലെത്തുമ്പോൾ അയാൾ ഉൾവെലിഞ്ഞു പോകുന്നു, പിൻവാങ്ങുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ മനുഷ്യൻ എന്നത് ഒരു പ്രകൃതമുണ്ടാകും എന്ന് ഉറപ്പാണ്. ഈ പ്രകൃതത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്വഭാവം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രകൃതം ഒരു മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് മാറും. ഈ സ്വഭാവ രൂപീകരണം, ഈ പ്രകൃതം, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു മനുഷ്യന് അവന് മനസ്സും ശരീരവും ഉണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അവന് വളരെ ഡെവലപ്ഡായ ഒരു മനസ്സുണ്ട് എന്നതാണ്. ശരീരത്തെ പോലെ തന്നെ ശരീരം വളരെ സൂപ്പറാണ്,
മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അത്ര കഴിവും കപ്പാസിറ്റിയും ഉള്ള ഒരു ശരീരം വേറെ ഇല്ല, ഒരു ശരീരമില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ കൈകൾ കൊണ്ട് അവന് ജോലി ചെയ്യാം, അത്രയും കപ്പാസിറ്റിയുള്ള സൂപ്പർ ശരീരമാണ്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. പക്ഷേ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മനസ്സാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഡിസൈൻ ചെയ്തു വെച്ചത്. ഈ മനസ്സ് രൂപപ്പെടുമ്പോൾ ഈ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ പ്രകൃതമായി സ്വഭാവമായിട്ട് മാറുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, മനുഷ്യർ തലച്ചോറ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇന്നും ശാസ്ത്രലോകത്തിന് മുഴുവനായി വിശദീകരിക്കാൻ കഴിയാത്തൊരു സാധനമാണ് തലച്ചോറ്, ബ്രെയിൻ. ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഈ ന്യൂറോ സയൻസാണ് മനുഷ്യൻ്റെ തലച്ചോറ്, അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഏരിയ. ഇന്നും ഈ തലച്ചോറെന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് കൃത്യമായൊരു അറിവോ ബോധമോ അല്ലെങ്കിൽ വിവരങ്ങളോ മുഴുവനായിട്ടും ശാസ്ത്രത്തിന് കിട്ടിയിട്ടില്ല. അത് റബ്ബുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഇപ്പോഴും തലച്ചോറ് അവശേഷിക്കുകയാണ്. ഏറ്റവും ഡെവലപ്ഡായ തലച്ചോറുള്ളത് മനുഷ്യനാണ്, ഏറ്റവും ഡെവലപ്ഡായ മനസ്സുള്ളത് മനുഷ്യനാണ്, ഏറ്റവും ഡെവലപ്ഡായ ശരീരമുള്ളത് മനുഷ്യനാണ്. ഈ തലച്ചോറ് എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണോ, അതോ മൃഗങ്ങൾക്കും തലച്ചോറുണ്ടല്ലോ? മൃഗങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിലും അത് മനുഷ്യൻ്റെ അത്ര ഡെവലപ്ഡ് അല്ല. ഒരു മൃഗത്തിന് ജീവിക്കാൻ ആവശ്യമുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്നതിന് പറയാം. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ജന്മവാസന. മൃഗങ്ങളെല്ലാം ജന്മവാസനക്കനുസരിച്ച് ജീവിക്കുക ചെയ്യുക. അവരിണ ചേരുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ജീവിക്കുന്നത് എല്ലാം ജന്മവാസനയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് കിടക്കാൻ കഴിയില്ല. ജന്മവാസനകളെ നിയന്ത്രിച്ച് ഒരു കൃത്യമായൊരു മൊറാലിറ്റിയിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിയാണ് മനുഷ്യൻ. ഇപ്പം ഒരു മൃഗത്തിന് ഇണ ചേരാൻ തോന്നിയാൽ അത് ഇണ ചേരും. അതിന് ഇടം എവിടെയാണെന്നോ ആരാണെന്നോ മൃഗങ്ങൾ നോക്കാറില്ല. മനുഷ്യന് ഇണ ചേരാൻ തോന്നിയാൽ തോന്നിയോടത്ത് ഇണ ചേരാൻ തോന്നില്ല, കഴിയില്ല. അങ്ങനെ ചേരാമെന്ന് പറയുന്ന ആളുകൾ മനുഷ്യനെ മൃഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു വാദം ഉണ്ടല്ലോ, എവിടുന്ന് എന്തും ചെയ്യാം, നമുക്ക് തോന്നുന്നത് ചെയ്യാം എന്ന് പറയുന്ന ആൾ ശരിക്കും ഒരു മൃഗത്തിൻ്റെ അവസ്ഥയൊക്കെ പോവാണ്. പക്ഷെ അവർ പറയണത് അവരാണ് പുരോഗമനവാദികൾ എന്നാണ്. പക്ഷെ അവർ മനുഷ്യനെ കൊണ്ടുപോകുന്നത് മൃഗസമാനനായിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റുകളെ, ജന്മവാസനകളെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും എന്നിട്ട് ഒരു മൊറാലിറ്റിക്കനുസരിച്ച്, ഒരു നിയമത്തിനനുസരിച്ച് പോവുകയും ചെയ്യും. അതാണ് മനുഷ്യൻ. എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു ദീനീപരമല്ലാത്ത ഒരു മനുഷ്യൻ പോലും തനിക്കുണ്ടാക്കുന്ന സാമൂഹികമായ നിയമങ്ങൾ അനുസരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോവുക. പക്ഷെ മൃഗങ്ങൾ ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പോൾ അവരുടെ തലച്ചോറ്, ഒരു കോഴിയുടെ തലച്ചോറ് എന്നത് ചെറുതാണ്. ആ കോഴിക്ക് ഭക്ഷണം എടുക്കാനും ഇണ ചേരാനും ആ കോഴിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിനപ്പുറത്തേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ് ഒരു മൃഗത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഒരു മൃഗവും ഇത്രയും കാലമായിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. മനുഷ്യനെല്ലാം കണ്ടുപിടിച്ചത്. ഇപ്പം നമ്മളെ ഈ സ്റ്റുഡിയോയിലിരിക്കുന്ന ക്യാമറ, മൈക്ക്, ഷർട്ട്, പാൻറ്റ്, എൻ്റെ കണ്ണട, ഫോണ്, വണ്ടികൾ, വാഹനങ്ങൾ എല്ലാം മനുഷ്യനല്ലേ കണ്ടുപിടിച്ചു. ഒരു പോത്തും ഒന്നും കണ്ടുപിടിക്കാത്തതിന് കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അതിന് കഴിയില്ല. പക്ഷെ മനുഷ്യൻ്റെ ചിന്തക്ക് പരിധിയില്ല, പരിമിതിയില്ല. അവന് അത്രയും ഉയർന്ന നിലയിൽ ചിന്തിക്കാനും ഉണ്ടാക്കുവാനും പറ്റും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ തലച്ചോറിൻ്റെ അംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു സ്വഭാവങ്ങൾ ചിലപ്പോൾ ചില ഭാര്യമാരൊക്കെ ചിന്തിക്കും, എന്താ എൻ്റെ ഭർത്താവ് ഇങ്ങനെ. ചില ഭർത്താക്കന്മാർ ചിന്തിക്കും, ഇവളെന്താ ഇങ്ങനെ. നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. എന്നെ പോലെ അങ്ങനെ ഞാനെന്താ ഇങ്ങനെ ആയത്. അവിടെയാണ് നമ്മൾ ഇതിനെ ഒന്ന് വ്യക്തമായി വിശകലനം ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ്റെ സ്വഭാവ സ്വഭാവത്തിൽ അവൻ്റെ തലച്ചോറിന് വലിയൊരു പങ്കുണ്ട്. തലച്ചോറിൻ്റെ പങ്ക് എന്നത്, തലച്ചോറിനകത്ത് ന്യൂറോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ന്യൂറോൺസ്, ആക്ച്വലി ന്യൂറോൺസ് ആണ് തലച്ചോറ് എന്ന് പറയുന്ന സാധനം. ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങളാണ് തലച്ചോറ്. ഈ ന്യൂറോൺസിനെ ഇപ്പോഴും കൺട്രോൾ ചെയ്യാനോ ശരിയാക്കാനോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് ഒരു തിരുത്തൽ നിർദ്ദേശിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഈ 2024 ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവർ. പക്ഷെ തലച്ചോറ് ഇപ്പോഴും മനുഷ്യന് തൊടാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ, അവരൊന്നും ചെയ്യില്ലല്ലോ. തലച്ചോറിന് എന്തെങ്കിലും കേട് പറ്റി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിപ്പോഴും ശാസ്ത്രലോകം അതിൻ്റെ മുമ്പിൽ അന്തം വിട്ട് നിൽക്കുകയാണ്.
കുറേയൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും അത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കോംപ്ലിക്കേഷൻ ചിലപ്പം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഇനിയും മനസ്സിലാക്കാൻ കഴിയായിരിക്കും. പക്ഷെ എന്നാലും അതിനപ്പുറത്താണ് മനുഷ്യൻ്റെ തലച്ചോറ് എന്നത്. ഈ ഭൂമിയിൽ കാണുന്ന സകലതും ഈ തലച്ചോറ് കൊണ്ടാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത്. ഈ തലച്ചോറ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഉണ്ടാക്കിയത് ഈ മനുഷ്യൻ്റെ തലച്ചോറാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളൊരു സാധനമാണ് ഈ തലച്ചോറ്. നമ്മൾ പറയും ഇനിയിപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇനി നമ്മളെ തലച്ചോറിൻ്റെ കാര്യമില്ല. പക്ഷേ നമ്മളെ തലച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിനും പരിധിയുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തലച്ചോറ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നൊരു സാധനം. ഈ തലച്ചോറ് വളരെ പ്രധാനമാണ്. ഈ തലച്ചോറിനകത്ത് ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു സാധനം, അതുകൊണ്ടാണ് ഈ തലച്ചോറിൻ്റെ പ്രശ്നങ്ങളെ നോക്കുന്ന ഡോക്ടർ ന്യൂറോളജി എന്ന് പറയുന്നത്. ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ന്യൂറോൺസുകളെ സ്വാധീനിക്കുന്നത് തലച്ചോറിനകത്തുള്ള ഹോർമോണുകളാണ്. അതിന് ന്യൂറോ കെമിക്കൽസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു കെമിക്കലായിട്ടുള്ള ഒരു ബാലൻസ് തലച്ചോറിനുണ്ട്. അതിന് ന്യൂറോ കെമിക്കൽസ് എന്ന് പറയും. തലച്ചോറിനകത്തുള്ള കെമിക്കൽസിന് പറയുന്ന പേരങ്ങനെയാണ്. അതിന് നമ്മൾ നാടൻ ഭാഷയിൽ ഹോർമോൺ എന്ന് പറയും. ഹോർമോണുകളെല്ലാം കെമിക്കലുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളതിന് ഹോർമോൺ എന്ന് പറയും. അപ്പോൾ തലച്ചോറിനകത്തുണ്ടാക്കുന്ന ഈ കെമിക്കലുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കുക. ചിന്തയാണ് മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് മാറുക. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. എന്ത് കാര്യവും ഞാൻ ചിന്തിക്കുന്നു. ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. അമ്മായിയമ്മ ഭർത്താവിൻ്റെ ഉമ്മ ഒരു കാര്യം പറയും. ആ കാര്യം പറയുന്നതിനെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ആ പെണ്ണ് ചിന്തിച്ചത് നെഗറ്റീവായിട്ടാണ്. ആ പെണ്ണ് ചിന്തിച്ചത് അതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ്. ആ പെണ്ണ് ചിന്തിച്ചത് അതൊരു പ്രോബ്ലം ആയിട്ടാണ്. എങ്കിൽ ആ പെണ്ണിന് അത് പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യും. ആ പെണ്ണ് ചിന്തിച്ചത് ഉമ്മ എന്നോട്, ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് പ്രശ്നം തീർന്ന്. അപ്പോൾ ചിന്ത 2 തരം. ഒന്നുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ 3 തരം. ഒന്നാമത്തെ ചിന്തയുടെ പേര് പോസിറ്റീവ് എന്നാണ്. രണ്ടാമത്തെ ചിന്തയുടെ പേര് നെഗറ്റീവ് എന്നാണ്. മൂന്നാമത്തത് അൺവാണ്ടഡ്, ഒരാവശ്യം ഉണ്ടാവില്ല. ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമില്ലാത്തൊരു ചിന്ത. ചിലപ്പോൾ ബാക്കോട്ട് റിവേഴ്സ് തിങ്കിങ് എന്ന് പറയും. ബാക്കോട്ട് ചിന്തിക്കുക ആൾക്കാർ. നമ്മൾ ജീവിതത്തിൽ കാണുന്നതാണല്ലോ. ചില ക്ലാസ്സുകളിൽ ആളുകൾ ഇരിക്കുമ്പോൾ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ കുറേ ചോദ്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് ആസ്ഥാനത്തുള്ള ചോദ്യങ്ങളൊക്കെ, അനാവശ്യമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നെഗറ്റീവാണ്. വളരെ നെഗറ്റീവായിട്ട് ചോദ്യം ചോദിച്ച ഒരു ഉത്തരം പറഞ്ഞാൽ പോലും അതിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാണ്. ഇതാണ് ഒരു പ്രശ്നം. അത് ഈ ന്യൂറോൺസ് ആണ് ഇത് തീരുമാനിക്കപ്പെടുക. ഈ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ, ഈ ന്യൂറോ കെമിക്കൽസ് ആണ് ഈ മനുഷ്യൻ്റെ ചിന്ത നിയന്ത്രിക്കപ്പെടുക. അപ്പോൾ ഈ ചിന്ത എങ്ങോട്ട് പോകുന്നു എന്നതാണ് വളരെ പ്രധാനം. എന്നോടൊരാൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ചില വീഡിയോകളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അവർ ഈ സ്വതന്ത്ര ചിന്തകരൊക്കെ ഇടുന്ന കമൻറ്റ് തെറിയായിരിക്കും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരം കുറച്ച് കമൻറ്റുകൾ കണ്ടാൽ പിന്നെ അയാൾ ജീവിതത്തിൽ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കില്ല. അപ്പോൾ എന്നോടൊക്കെ ചില ആൾക്കാർ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് എന്നിട്ട് പറയും, സാർ ഇതിനടിയിൽ ഫുൾ നെഗറ്റീവ് കമൻറ്റ്സ് ആണല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് സാരമില്ല, പ്രശ്നമാക്കണ്ട, നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, കമൻറ്റ് കേൾക്കണ്ട എന്ന് പറയും. ആ കമൻറ്റിൻ്റെ പുറകെ ഞാൻ നടന്നാൽ അല്ലെങ്കിൽ ആ കമൻറ്റ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും അതിനെയാണ് ആ സാധനത്തെയാണ് നമ്മൾ മാനസികാരോഗ്യത്തിൻ്റെ ഒരു സാധനമായിട്ട് പറയാം. നമ്മൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സംഭവം വളരെ സിമ്പിളാണ്. ശരീരത്തിനകത്തേക്ക് പോകുന്നതെല്ലാം നമ്മൾ നിയന്ത്രിക്കണം, അല്ലേ? ആരോഗ്യം ഉണ്ടാക്കുന്ന അപ്പം ഞാൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാനാണെങ്കിൽ എൻ്റെ അകത്തേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ചിന്ത വേണം. ഞാൻ തിന്നുന്ന ഭക്ഷണം എൻ്റെ തടി കൂട്ടും, എനിക്ക് കൊളസ്ട്രോൾ കൂടും, അസുഖം ഉണ്ടാക്കും. അത് നല്ലതാണോ, ഹലാലാണോ? ഇനി അതും പോട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് അത് എന്തെങ്കിലും വിഷട്ടതാണോ? ഇപ്പോൾ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു ഭക്ഷണം എന്താണെന്നറിയാത്തത് ഞാൻ അടുത്ത് കഴിക്കില്ല. അപ്പോൾ എൻ്റെ അകത്തേക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിച്ചാൽ എനിക്ക് ആരോഗ്യം ഉണ്ടാവും. മനസ്സിനകത്തേക്ക് ഡോക്ടർ പറഞ്ഞു വരുന്നതാണ്, മനസ്സിനകത്തേക്ക് പോകുന്ന സാധനത്തെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മനസ്സിന് ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത നെഗറ്റീവ് ആവണോ പോസിറ്റീവ് ആവണോ എന്ന്, അൺവാണ്ടഡ് ആവണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഹോർമോണുകളാണ്, ന്യൂറോ കെമിക്കൽസാണ്.
ഈ കെമിക്കൽസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനുഷ്യൻ്റെ ചിന്തയെ ബാധിക്കും. ചിന്ത അവൻ്റെ സ്വഭാവത്തെ ബാധിക്കും. തോട്ട്സ് ആൻഡ് ബിഹേവിയർ. ഞാനങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പം നിങ്ങൾ എന്നെ വളരെ നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെന്ത് മനുഷ്യനാണ്, വളരെ പ്രശ്നമാണ്, ഇത് ഏറ്റവും രസകരമായ സാധനം. ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രസംഗത്തിന് താഴെ ഉണ്ടാകുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു സാധനം, ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹാരത്തിന് വേണ്ടി വന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഭർത്താവിൻ്റെ അടുത്താണ് മിസ്റ്റേക്ക്. അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെയുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമെന്ന് മനസ്സിലായി. ഇനി നമ്മളെങ്ങനെ ഇടപെടും? സ്വാഭാവികമായിട്ടും നമ്മൾ പറയും നിങ്ങളുടെ അടുത്താണ് മിസ്റ്റേക്ക്, വൈഫിൻ്റെ അടുത്തല്ല. നിങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്ന് മാറ്റണം, ഇത്ര പോരാ, അവളെ ഒന്നുകൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഒന്നും പറയില്ല, ഇറങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ രണ്ടാമത് വേറെ ഒരു ദിവസം നിങ്ങൾ ഒന്നുകൂടി വാ എന്ന് പറഞ്ഞാൽ അയാൾ വരില്ല. അയാൾ പറയും അയാൾ ശരിയല്ല, കാരണം ഞാൻ ശരിയല്ലാത്തതിന് കാരണം എന്താ, അയാളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ശരിയല്ല. അതോടുകൂടി അടുത്ത പ്രസംഗം അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുമ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും ഇയാൾ വ്യാജനാണ്, ഇയാൾ പ്രശ്നക്കാരനാണ്. അങ്ങനത്തെ ഒക്കെ കമൻറ്റുകൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. അവരാണ് കമൻറ്റ്, എനിക്ക് ഇയാൾ അറിയാം, ഇയാൾ മഹാപോക്കാണ്, അയാൾ ഞാനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്നെ കുറ്റപ്പെടുത്തി. അതാണ് യാഥാർത്ഥ്യം. ഇനി നേരെ തിരിച്ചു നിങ്ങൾ ചിന്തിക്കും, ഒരു പെണ്ണിൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് എങ്കിൽ ആ പെണ്ണിനോട് ഞാൻ പറയണം നിങ്ങളുടെ അടുത്താണ് പ്രശ്നം, നിങ്ങളുടെ ചിന്ത പ്രശ്നമാണ് എന്നാൽ പെണ്ണിനോട് പറഞ്ഞാൽ ആ പെണ്ണിന് എന്നെ പറ്റൂല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ അയാളെ അടുത്തേക്ക് പോകണ്ട, വേറെ അടുത്തേക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടില്ല. അവർ ബോധ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരാണ് ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ വളരെ നെഗറ്റീവാണ്. റെഡി? അപ്പോൾ ഈ കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്താ, അയ്യേ ഇനി ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇനി ഇങ്ങനെ നമുക്ക് പറയാണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ചെറിയൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴേക്ക് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവട്ടെ, അത് ആരെങ്കിലും നേരെ ആവട്ടെ, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരുടെ സ്വഭാവം അങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്നത് ഇത് ഈ തലച്ചോറിനകത്തുള്ള ഈ ന്യൂറോ കെമിക്കൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് വിജയം. അപ്പോൾ പിന്നെ ഓരോ ആളുകളുടെയും സ്വഭാവം അയാളുടെ ന്യൂറോ കെമിക്കൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു, ചില ആളുകൾ വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു, ചില ആളുകൾ വളരെ അൺവാണ്ടഡായ തൻ്റെ ജീവിതത്തിന് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. അതാണെന്ന് മനസ്സിലായി. അതാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ ഒരു തലച്ചോറുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഉണ്ടായേക്കാവുന്നൊരു സംശയം, ചിലപ്പോൾ സാർ ആ വിഷയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുന്നു, ഇതൊരു പ്രശ്നമാണ്, പക്ഷേ ഇതിന് പരിഹാരം എന്താണ്? ഈ തലച്ചോറിലുണ്ടാകുന്ന ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ചസ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി ഒന്ന്. ഞാൻ ഈ പറയുന്ന ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ഇത് ബോധ്യപ്പെടാൻ ഈ ആളുകൾക്ക് ഇങ്ങനത്തെ കെമിക്കൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവരിത് ബോധ്യപ്പെടില്ല. രോഗിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചികിത്സിക്കാൻ കഴിയൂ. എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ അതുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ. എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടറോട് ഞാൻ പറയും സാറ് പറയുന്നത് എന്താണോ അത് ചെയ്യാം. അപ്പോൾ ആ ഡോക്ടർ പറയും നിങ്ങൾ ആദ്യം ഒരു ഓപ്പറേഷന് വിധേയമാണോ, അത് കഴിഞ്ഞ് നിങ്ങൾ കീമോതെറാപ്പി ചെയ്യണം. ഞാൻ പറയും ഓക്കെ, ഞാൻ എന്തിനും റെഡിയാണ്, കാരണം എൻ്റെ രോഗം മാറണം. രോഗമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് പരിഹരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നം, ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന ആളുകൾ അവർക്ക് പ്രശ്നമുണ്ട് എന്ന് അവർ സമ്മതിച്ചു തരില്ല. ഇപ്പം ഒരു കൗൺസിലറുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അവർ പറയും എന്താ എനിക്കല്ല പ്രശ്നം, നിങ്ങൾ അയാളോട് സംസാരിക്കൂ. അയാൾ പറയും ഞാൻ എന്താ സാറേ ചെയ്യുക എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആ പെണ്ണ് പറയും സാറേ ഒന്ന് നോക്കാം. അപ്പം ഞാൻ അയാൾ പറയും നിങ്ങൾ എൻ്റെ പ്രശ്നമല്ല, അവളുടെ പ്രശ്നമാണ്. ഇത് മറ്റുള്ളവർക്ക് മേലങ്ങനെ ആരോപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര സിറ്റുവേഷൻ ചേഞ്ച് ചെയ്താലും ഈ സിറ്റുവേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യാന്നല്ലാതെ ഈ പെണ്ണിൻ്റെ ചിന്ത മാറില്ല, അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ ചിന്ത മാറില്ല. ഇനി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. തലച്ചോറിനകത്തെ ഹോർമോണുകളാണ്, ന്യൂറോ കെമിക്കൽസാണ് ഒരു മനുഷ്യൻ്റെ ചിന്തയും ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയും സ്വാധീനിക്കുക. അപ്പോൾ ഈ കെമിക്കൽ
ചേഞ്ചിനനുസരിച്ച് ചില പ്രശ്നങ്ങൾ മനുഷ്യനിലുണ്ടാവും. ഈ പ്രശ്നങ്ങളെയാണ് നമ്മൾ സാധാരണ ഒരു ബിഹേവിയറൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്ന പ്രോബ്ലം. ഞാൻ കുട്ടികളുടെ മാത്രമല്ല, ഇത് ചെറിയ കുട്ടി, ജനിച്ച കുട്ടി മുതൽ അവിടുന്ന് അങ്ങോട്ട് വയസ്സായ 75 വയസ്സായ ആളുകളിൽ വരെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ച് മൂലമുണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും പല ആളുകളെക്കുറിച്ച് ചില 85 വയസ്സിൽ ഇനി മരിക്കാൻ പിന്നെ കുറച്ചുകൂടി സമയമുള്ളൂ എന്ന് നമുക്ക് പോലും തോന്നിയ ആളുകൾ പോലും ചില സ്വഭാവം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇയാൾക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ. പക്ഷെ അയാൾക്ക് നന്നാവാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആ ബോധ്യപ്പെടുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബോധ്യപ്പെടൽ നടത്തണം. ആ പെടുത്താനുള്ള ഒരു മാർഗം കൗൺസിലിംഗ് ആണ്. പക്ഷേ ചില അവസരങ്ങളിൽ കൗൺസിലർമാർ പോലും പരാജയപ്പെടും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഈ കെമിക്കൽ ചേഞ്ച് ഒരാൾക്ക് തലച്ചോറിൽ വന്നാൽ അത് പല മാനസിക പ്രശ്നങ്ങൾ, ഡിസോർഡറുകളിലേക്ക് അത് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. OCD എന്ന് പറയുന്ന ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD. നമ്മൾ നാടൻ ഭാഷയിൽ വസ്വാസം എന്ന് പറയും. വസ്വാസമുള്ള ആളുകളെ നിങ്ങൾ നോക്കണ്ട്, നല്ല വസ്വാസമായിരിക്കും. പക്ഷേ എനിക്ക് വസ്വാസം ഉണ്ടെന്ന് അവർ സമ്മതിച്ചു തരില്ല. എനിക്ക് വസ്വാസമൊന്നുമില്ല, എനിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ്. നിങ്ങൾക്ക് വൃത്തിയില്ല ഇതേ പറയുള്ളൂ. അപ്പോൾ എന്താ ഈ വൃത്തി കൂടുതൽ? ഞാൻ എല്ലാം 2 പ്രാവശ്യം കഴുകും, പിന്നെയും കഴുകും. ഒതെടുക്കുമ്പോൾ 3 പ്രാവശ്യം എടുക്കും. നിസ്കരിക്കാൻ കൈയിട്ടുമ്പോൾ 5 പ്രാവശ്യം കെട്ടും. നിസ്കരിച്ച് കഴിഞ്ഞാൽ 2ആണോ 3ആണോ സംശയം വരും. എന്നിട്ട് ഇതിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അത് ഞാൻ എൻ്റെ ഒരു സൂക്ഷ്മതയാണ്, അത് പിന്നെ എൻ്റെ വൃത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവർ പറയും. പക്ഷെ അല്ല, OCD എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ സാധനം? നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ OCD ചെറിയ എമൗണ്ടിലുള്ളവരും ഉണ്ടാവും, വലിയ എമൗണ്ടിലുള്ളവരും. ചെറിയ OCD ഉള്ളവരൊക്കെ എങ്ങനെയാണ് പോകും, പ്രശ്നമില്ല. ഇനി വലിയ ലെവലിലുള്ളവരുണ്ടാവും. ബാത്റൂമിൽ 8 മണിക്ക് കയറിയിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ കുളിക്കുന്ന, 3 ടാങ്ക് വെള്ളം കുളിക്കാനെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരും കൗൺസിലിങ്ങിന് വന്നാൽ അവരും പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒത്തിരി വൃത്തി കൂടുതലാണ്. ചെറിയ കുട്ടികളടക്കം കാണാം. അതാ ഞാൻ പറഞ്ഞത്, ഇത് ചെറിയ കുട്ടികൾ മുതൽ ഒരു വലിയ വയസ്സായ ആളുകൾക്ക് വരെ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്നാണ്, OCD എന്ന് പറഞ്ഞ സാധനം ഒന്നാണ്, ഒരു പ്രശ്നമാണ്. ഇനി പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ OCD അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ തലച്ചോറിനകത്ത് ഈ ന്യൂറോ കെമിക്കൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ആ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്തിനാണ് അത് ബാധിക്കുക? ചിന്തനയാണ്. ഈ ചിന്തനയാണ് ഈ OCD. കാരണം എൻ്റെ കൈ ഞാൻ കഴുകി, അത് വൃത്തിയായി, ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചേ. നിങ്ങൾ കൈ കഴുകി, കഴുകിയാൽ നിങ്ങൾ ചിന്തിക്കുക വൃത്തിയായി എന്ന്. പക്ഷെ എൻ്റെ കൈ ഞാൻ കഴുകിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ് വൃത്തിയായിട്ടില്ല. എൻ്റെ ചിന്ത നെഗറ്റീവാണ്. ഇത് വൃത്തിയായിട്ടില്ല, വീണ്ടും കഴുകി, വൃത്തിയായിട്ടില്ല, വീണ്ടും കഴുകി, വൃത്തിയായിട്ടില്ല, വീണ്ടും കഴുകി. ഇതാണ് OCD. ചിന്ത നെഗറ്റീവ് പോവാണ്. നായ തൊട്ടിട്ടുണ്ടാവുമോ? തൊട്ടോ. എന്നിട്ട് വീട് കഴുകുക, കൊലായി കഴുകുക, സാധനം കഴുകുക. ഇത് പെണ്ണിങ്ങനെ കഴുകിക്കൊണ്ടേ ഇരിക്കും. ആണ് ഇഷ്ടം പോലെ അറിയാം. പക്ഷെ അവരത് സമ്മതിക്കണം. തനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഇവർ സമ്മതിക്കാതെ ഒരു നിവൃത്തിയുമില്ല. ഇപ്പോൾ സാറിവിടെ OCD ഉള്ള കുട്ടികളെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ പലപ്പോഴും പല രക്ഷിതാക്കളെയും കാണാറുണ്ട്, പല കുട്ടികളെയും OCD ഉള്ള കുട്ടികളെ കാണാറുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ OCD എന്നുള്ളത് അതിന് പാരമ്പര്യത്തിൽ എത്രത്തോളം വല്ല സ്ഥാനവുമുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ പാരമ്പര്യത്തിന് വലിയ പങ്കുണ്ട്, വലിയ പങ്ക്. പക്ഷെ പാരമ്പര്യമായിട്ട് OCD ഉള്ള ഒരു ഉമ്മയുടെ മകൻ, ആ ഉമ്മാൻ്റെ മകന് ചിലപ്പോൾ OCD കിട്ടിക്കൊള്ളുന്നില്ല. ഇതേ ന്യൂറോ കെമിക്കൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടാവും, ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ അൺസ്റ്റേബിൾ, ഈ തോട്ട്സ് അൺസ്റ്റേബിൾ ആവുകയും അയാളുടെ പെട്ടെന്ന് ദേഷ്യം വരിക, സാധനം വരിക, അതൊക്കെ ഇതിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് ഇത് മനസ്സിലാക്കലാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. ഇത് കൂടെ ജീവിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവണം. ഇത് മനസ്സിലാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. അത് ചെറിയ ഒരു കാര്യം മുതൽ വലിയ കാര്യം വരെ ഉണ്ടാവും. ഇപ്പോൾ ആൻസൈറ്റി എന്ന് പറയുന്ന സാധനം, ഭയങ്കരമായ ആശങ്ക.
ഇനിയിപ്പോൾ എന്താവും, അങ്ങനെ ആശങ്കപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആശങ്കപ്പെടും, ഭയങ്കരമായ ആശങ്ക കൂടിയിട്ട് ജീവിക്കാൻ കഴിയില്ല. എന്തും ആശങ്കയായിട്ട് മാറും. ഭർത്താവ് പുറത്തു പോയാൽ ആശങ്കയാണ്, എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആശങ്കയാണ്. മക്കൾ പുറത്തു പോയാൽ ആശങ്കയാണ്. അപ്പോൾ ഈ ആശങ്കയുള്ളൊരു ആളെ സംബന്ധിച്ച് അയാൾ കംഫർട്ടബിൾ ആവില്ല. കംഫർട്ടബിൾ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നന്നായി പെരുമാറാൻ കഴിയില്ല. ചില ആളുകൾ വിചാരിക്കും അയാളുടെ ഒരു നല്ല സ്വഭാവമല്ലേ ആശങ്ക. അതെ വിചാരിക്കും. ഈ ആശങ്ക ചിലപ്പം ചെറിയ ആശങ്കകളുള്ളവർ, ഇപ്പോൾ എക്സാമിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി ഉണ്ടാവും. ആ ആൻസൈറ്റിയുടെ തോത് ഇങ്ങനെ കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ എത്തും. എഴുതാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തുന്ന ലെവലിലേക്ക് ഈ ആൻസൈറ്റി മാറും. അപ്പോൾ ഈ അതിൻ്റെ ലെവൽ നോക്കി, ചെറിയൊരു ആൻസൈറ്റി ഒന്നും ഒരു പ്രശ്നമല്ല. മനുഷ്യൻ്റെ പ്രകൃതത്തിലൊക്കെ ഉണ്ടാവും. ഒരു വൃത്തി കുറച്ചൊരു കൂടുതൽ, അതൊരു പ്രശ്നമല്ല. പക്ഷേ അത് അമിതമാകുന്നു എന്ന് അയാളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് പ്രശ്നമാവും. അപ്പോഴാണ് അയാളത് മനസ്സിലാവും. അവിടെയൊക്കെ നമ്മളൊരു തവക്കുലിൻ്റെ ഒരു വിഷയം വരുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ അഥവാ ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഈ തവക്കുലിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കൂടെ ഒന്ന് പറയാമോ? അത് ഈ ഇത്തരം ഒരു അവസ്ഥ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഇത് ചിന്തയെ ബാധിക്കുന്ന ഒരു സാധനമാണ്. ചിന്ത തകരാറിലാവുന്നതോടുകൂടി ഈ തവക്കുൽ എന്നോട് വരില്ല. കാരണം അതൊരു ചിന്തയാണല്ലോ. തവക്കുൽ എന്നതൊരു ചിന്തയാണ്. ആ ചിന്ത അതൊരു പോസിറ്റീവ്, തവക്കുലൊക്കെ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചിന്തയാണ് അല്ലേ. ഇപ്പം എനിക്കുണ്ടാക്കുന്ന എന്തിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തവക്കൽ തോലല്ല, അതല്ല തവക്കുലൊക്കെ എന്ന് പറയുന്നത്. അത് പടച്ചോന് ഞാൻ പാരമേൽപ്പിക്കും, അല്ലെങ്കിൽ പടച്ചോന് അത് നമ്മൾ അള്ള നിശ്ചയിച്ചതായിരിക്കും അത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഞാൻ വണ്ടിയുമായിട്ട് പോയി, വണ്ടി ഒന്ന് മുട്ടി, ഒന്ന് കുത്തി, ഞാനാകെ ടെൻഷനായി. നമ്മൾ ബാക്കോട്ട് ചിന്തിക്കും, ഈ വണ്ടി എടുക്കേണ്ടിയിരുന്നില്ല, ഇന്ന് ഞാൻ ഇറങ്ങേണ്ടിയിരുന്നില്ല, ഞാൻ എന്തിനായിരുന്നു ഒന്നും ഇങ്ങോട്ട് വന്നത്, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ള തീരുമാനിച്ചിടത്തേക്ക് നമ്മളെ എത്തിയിരിക്കും എന്നത് ഉറപ്പാണ്. അത് നമുക്ക് എവിടെയാണോ മരിക്കുക അവിടെ നമ്മളെത്തും. സൗദിയിൽ നിന്നാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ സൗദിയിലെത്തും കേട്ടോ. അപ്പോൾ ഇത് അള്ള നിശ്ചയിക്കുന്ന ഒരു സാധനമാണ് എന്ന് അള്ളാൻ്റെ മുകളിൽ തവക്കലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറേ തീരും. പക്ഷേ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് പറ്റുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് ഈ ചിന്ത പോസിറ്റീവ് ആവാത്തവരെ സംബന്ധിച്ച് എത്ര ദീനുണ്ടെങ്കിലും എത്ര നിസ്കാരം ഉണ്ടെങ്കിലും ഓരോ ചിന്തയിൽ വീണ്ടും നെഗറ്റീവ്സ് എന്ന് അറിയും. അത് പിന്നെ നമ്മളുടെ ഡ്യൂട്ടിയാണ് അയാളുടെ ചിന്ത പോസിറ്റീവ് ആക്കാൻ. അപ്പം അയാൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം എന്നത് ഇദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് നമ്മളിങ്ങനെ അടിച്ചത് കൊണ്ടോ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കറക്റ്റ് വഴി, അത്തരം വഴികളുടെ ഒരു ഭാഗമാണ് ചില സമയത്ത് നമുക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരിക. ഒരാളെ കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലിങ്ങിലേക്ക് എത്തിക്കുക. ചില സമയത്ത് അയാളും ഇതിൽ പരാജയപ്പെടും. കാരണം അത്രയും നെഗറ്റീവായ ഒരാളാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോലും അവരിത് എടുക്കൂല. അങ്ങനെ ഒരു ചിന്ത വേണ്ട. എല്ലാ കേസും കൗൺസിലർമാർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത വേണ്ട. അതായത് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ശാരീരികമായ പരിഹാരങ്ങളെക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളിപ്പോൾ നമുക്ക് ശാരീരികമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നു, അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ റിക്കവർ ചെയ്യാനുള്ളൊരു റേറ്റ് കൂടുതലായിരിക്കും അവിടെ. പെട്ടെന്ന് അയാൾക്ക് ആക്ട് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ സൈക്കോളജിക്കലി അങ്ങനെയല്ല. ഒരാൾ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അത് അയാളുടെ രീതിക്കനുസരിച്ച് നോക്കിയാൽ പോലും ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒക്കെ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇത്തരം കേസുകൾക്ക് പരിഹാരം കൗൺസിലിംഗ് തന്നെയാണ്. എല്ലാ കേസും കൗൺസിൽ കൊണ്ട് മാറാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അത്തരമൊരു കൗൺസിലിങ്ങിന് പോയല്ലോ എന്നുള്ള ഒരു രീതിയിൽ എല്ലാ അസുഖം മാറി കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് പാടില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, തലച്ചോറിനകത്തെ ഹോർമോണുകൾ തീരുമാനിക്കപ്പെടുന്നതാണ് നമ്മുടെ ചിന്ത എന്നതാണ്. അതിൻ്റെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. ആ ചിന്ത കൃത്യമായിട്ട് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ നെഗറ്റീവാണ് അയാളുടെ ചിന്തയെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അയാളുടെ കൂടെ ജീവിക്കുക എന്നത്, അയാളുടെ കൂടെ യാത്ര ചെയ്യുക എന്നത്, സഹവർത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയും. ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ പഴയത് ആലോചിച്ചു കൊണ്ടിരിക്കും, പഴയത് ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അതിങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അപ്പോൾ തലച്ചോറിനകത്ത് ഉള്ള
ന്യൂറോ കെമിക്കൽസാണ് ഒരു മനുഷ്യൻ്റെ ചിന്ത ഉണ്ടാക്കുന്നത് എന്നും ആ ന്യൂറോ കെമിക്കൽസാണ് ചിന്തയിലൂടെ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മളെ പ്രകൃതം, നമ്മളെ സ്വഭാവം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിന് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാം, ഇത് നമ്മുടെ കൺട്രോളുള്ളൊരു സാധനമല്ല. അപ്പം എൻ്റെ സ്വഭാവം രൂപീകൃതമാകുന്നതിൽ എനിക്കുള്ള കൺട്രോൾ കുറച്ച് കുറവാണ്. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നമ്മുടെ ഉപ്പാന്റിമാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും ഒരു പരിധി വരെ നമുക്ക് പിന്നെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് ശ്രദ്ധിച്ചാൽ അത് ചെറിയ മാറ്റങ്ങളൊക്കെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കേണ്ടത്. നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഒരു ചേഞ്ച് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെയാണ് സാർ ഈ പറഞ്ഞത്, ഇത് ചിലപ്പോൾ ഈ എപ്പിസോഡ് കേൾക്കുന്ന ആൾക്കാരെ പറയും ഇത് തന്നെയാണ് എൻ്റെ വൈഫ് പഠിച്ചാണ് ഫുള്ള് നെഗറ്റീവ് ആണല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടിക്കുണ്ടല്ലോ ഈ പ്രശ്നം തോന്നുന്നു, ഇതിൻ്റെ പരിഹാരം എന്ത്? ഇൻഷാല്ലാ തോന്നുന്നു നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിഞ്ഞു തോന്നുന്നു. ഇൻഷാല്ലാ നമുക്ക് പിന്നീടൊരു എപ്പിസോഡിലാവും. ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് വളരെ വലിയൊരു വിഷയമാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത്. തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് മുഖേന ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ, അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ജവഹർ മനോഹർ സാറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു വിഷയം ഒരു വലിയ വിഷയമാണ്, അതിൽ കുറേ ഏരിയകൾ ഇനിയും ഉണ്ടാവും. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.